എല്ലാവർക്കും സ്നേഹവന്ദനം. ഒരു സുവിശേഷകൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. കന്യാസ്ത്രീകളെ ആക്രമിക്കപ്പെട്ട ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് ശീലോഹോം പ്രയർ സെൻറ്റർ AG ചർച്ചിൽ ബജറംഗിലെ പ്രവർത്തകർ അവിടെ അക്രമം അടിച്ചുവിട്ടു. കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടപ്പോൾ തന്നെ ലോകമാസകലം മലയാളികളും ക്രൈസ്തവരും ഒരുപോലെ അത് പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയും ആ വിഷയം ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്ന വിഷയമായിരുന്നു. ദുർഗിൽ എന്ന കന്യാസ്ത്രീകളെ ആക്രമിക്കപ്പെട്ടപ്പോൾ അവരെ ഉപദ്രവിച്ചപ്പോൾ ഉണ്ടായ സംഭവം. എന്നാൽ അതേ സ്ഥലത്ത് AG സഭയിൽ ചില ബജറംഗ് പ്രവർത്തകർ അവരുടെ അജണ്ട എന്ന് പറയുന്ന ക്രൈസ്തവരെ ഓടിക്കുക എന്ന് പറയാൻ ഭയപ്പെടുത്തുക. സ്ഥിരമായി ഇങ്ങനെ അവർ പല ആലയങ്ങളിലും പ്രശ്നങ്ങളെ കടത്തിവിടുമ്പോൾ ആ ക്രൈസ്തവർ ഭയപ്പെട്ട് അവരുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും അതുപോലെ ദേവദാസന്മാർ ഭയപ്പെട്ട് അവർ അവിടെ നിന്ന് ഓടുമെന്നുള്ള അജണ്ടയാണ് അവരെ ഇതുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിൻപിൽ ഈ വന്ന് ഉപദ്രവിക്കുന്നവരുടെ പിൻപിൽ അവർക്കൊരു ക്ലാസ് ഉണ്ട്, അവരെ പറഞ്ഞു വിടുന്നതാണ്. കാരണം ഇവരെ ഭയപ്പെടുത്തിയാൽ ഇവർ ഇവിടെ നിന്ന് ഓടും എന്നുള്ള ഒരു സ്റ്റഡിയാണ് അവർ ചെയ്യുന്നത്. മുസ്ലിങ്ങൾ ചെയ്യുന്നില്ലേ, എന്താ പറയണത്, നമ്മുടെ മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം നമ്മുടെ ശത്രുക്കളെന്ന് അവർ പഠിപ്പിക്കുന്നത് പോലെ അതൊരു അജണ്ട. നിങ്ങൾ നിരന്തരമായി ഇവരെ സഭകൾ കയറി പീഡിപ്പിക്കുമ്പോൾ അവരെന്ത് ചെയ്യും, ആ സ്ഥലം വിട്ട് ഓടിപ്പോവും, അവിടെ പ്രവർത്തനം അവസാനിപ്പിക്കും എന്നുള്ള ഒരു മിസ്റ്ററി അജണ്ടയാണ്, നിഗൂഢമായ അജണ്ടയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ക്രൈസ്തവനെ ഓടിച്ചെറിയതൊരു ഓടും, അവൻ ദൈവനാമത്തിൽ നടന്നുകൊണ്ടിരിക്കും. എന്നാൽ ആ സഭയിൽ നടന്ന ഒരു സംഭവം വേദനയോടുകൂടെ വിഷമത്തോടുകൂടെ സുവിശേഷം പങ്കുവയ്ക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുക. അത് കേട്ടതിന് ശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുക. ഒന്ന് കേട്ടു നോക്കുക വിഷയം. പുള്ളി പറയുന്ന സംഭവം എന്താണെന്ന് പുള്ളി വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. മഹത്വമുണ്ടാകട്ടെ. ഞാൻ ഛത്തീസ്ഗഡിലെ ദുർഗ് ജില്ലയിൽ നിന്ന് ഒരു ദൈവദാസൻ സംസാരിക്കുന്നു. ഇന്നലെ സംഭവിച്ച, അതായത് 14/9/2025 രാവിലെ പതിവ് പോലെ ദുർഗിലെ സെൻട്രൽ ജയിലിൽ നിന്ന്, അതായത് കന്യാസ്ത്രീകന്മാരെ ഇട്ട ആ ജയിലിന്റെ അടുത്ത് നിന്ന് 300ഓളം മീറ്റർ മാത്രം ദൂരെയുള്ള ഷിലോം AG പ്രയർ ടവറിന്റെ ആ ചർച്ചിൽ അവിടുത്തെ സ്ഥാനീയ പാസ്റ്ററായ പാസ്റ്റർ മോഹൻ ബഹദൂറും തന്റെ വിശ്വാസികളും, അതായത് വലിയ കൂട്ടമില്ല, ചെറിയൊരു കൂട്ടമാണ്, അവരെ ആരാധിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഒരു കൂട്ടം ക്രിസ്തീയ വിരോധികൾ അവിടെ വരികയും ബഹളമുണ്ടാക്കുകയും അതിന്റെ പിന്നാലെ പോലീസും വന്നു. പോലീസ് അകത്ത് കയറി അവര് അകത്തുള്ള വിവരണങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഇവര് ഹനുമാൻ ചാലീസയൊക്കെ പഠിച്ചു. ആ സമയത്ത് ഈ വിവരം സഭക്കാരായിരിക്കും UCC, അതായത് മുഴുവൻ ക്രിസ്ത്യാനികളുടെ അധ്യക്ഷനാണ്. UCC ഒരു സംഘടനയാണ്. അപ്പോ ആ സംഘടനയുടെ അധ്യക്ഷനെ ഈ വിവരം അറിയുകയും അദ്ദേഹം മറ്റൊരു സഭ, അതായത് അത് ബന്ധായി കിടക്കുകയായിരുന്നു, താനും തൻ്റെ കൂട്ടരും അവിടെ അവരോടൊപ്പം ആരാധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് തനിക്ക് ഈ വിവരം ലഭിക്കുകയും അദ്ദേഹം ഉടനെ തന്നെ ഈ ശിലോമിൽ പ്രയർ ടവറിലേക്ക് വരികയുണ്ടായി. അപ്പൊ ഇവര് താനും തന്റെ ഉപ്പാപ്പനും പിന്നെ വേറൊരു ദൈവദാസനും കൂടിയാണ് വന്നത്. എന്നാൽ ഇവിടെ വിരോധികൾ ഒത്തിരി പേരുണ്ടായിരുന്നു, പോലീസ് ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം ചർച്ചിന്റെ അകത്തോട്ട് കയറാൻ പോയപ്പോ ഇവര് വിലക്കി, അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. അപ്പൊ ആ വിഷയത്തിൽ അവിടെ ചെറിയൊരു ചർച്ചയുണ്ടായി. അവസാനം ഈ ജോണിനെ, അദ്ദേഹത്തിന് 2 പേരുണ്ട്, ജോനാഥനെന്നും ജോണും, അദ്ദേഹത്തെ അവര് ശക്തമായി കൈയേറ്റം ചെയ്തു, മർദ്ദിച്ചു. മാത്രമല്ല റിട്ടയർഡ് ആയിരുന്ന തന്റെ ഉപ്പാപ്പനെയും മർദ്ദിച്ചു. ആ സീനൊക്കെയും നിങ്ങൾ വിശദമായിട്ട് ആ വീഡിയോയിൽ കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കണ്ണിലിടിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരത്തെ ഒത്തിരി അടിക്കുകയും, മാത്രമല്ല അവിടെ കിടന്ന മരത്തിന്റെ ചില്ലകൾ വടി ഒടിച്ച് അദ്ദേഹത്തെ അടിക്കുന്ന സീനുമൊക്കെ അവിടെ കാണുന്നു. അപ്പോ എനിക്ക് ഈ വിവരം അറിഞ്ഞപ്പോ ഞാൻ ആരാധന നമ്മുടെ സഹോദരങ്ങളെ ഏൽപ്പിച്ചിട്ട്
ഞാൻ അവിടെ നിന്ന് അറിവ് കിട്ടിയനുസരിച്ച് ദുർഗ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആരുമില്ലായിരുന്നു. ഉടനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജോണും പിന്നെ തൻ്റെ ഉപ്പാപ്പനും വേറെ 2 ദൈവദാസന്മാരും അവിടെ MLCക്കായി വന്നു. MLC കഴിഞ്ഞു. പോലീസ് പറഞ്ഞു അവരെ പത്നാവൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എൻ്റെ കൂട്ടരും അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞിട്ടും ജോൺ വന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവര് ഇവിടേക്കല്ല മറ്റൊരു വേറൊരു പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ കൊണ്ടുപോയെന്ന്. അപ്പോൾ എനിക്ക് അറിവ് കിട്ടി അദ്ദേഹത്തെ കൊണ്ടുപോയത് പുൽഗാവ് സ്റ്റേഷനിലേക്കാണ്. അപ്പൊ സംഭവം നടക്കുന്ന പോലീസ് സ്റ്റേഷൻ പത്നാവൂർ പോലീസ് സ്റ്റേഷനാണ്. അപ്പൊ അവിടെ ക്രിസ്ത്യാനികളും നമ്മുടെ സഹോദരങ്ങളും പാസ്റ്റർമാരും ഒക്കെ തടിച്ചുകൂടി. അപ്പോൾ പോലീസ് അവരെ പോലീസ് സ്റ്റേഷൻ അടുത്തേക്ക് പോകാതെ തടഞ്ഞു നിർത്തി. അപ്പോൾ അകത്ത് ഞാൻ ഫോൺ ചെയ്തു. ഞാൻ ഡയറക്ടേഴ്സിന്റെ ബോഡിയിലുണ്ട്, ഞാനൊരു ഡയറക്ടറാണ്. അപ്പൊ അവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അകത്തോട്ട് വരാൻ പറഞ്ഞു. പക്ഷെ പോലീസ് എന്നെ വിട്ടില്ല. അവര് വന്നിട്ടും എന്നെ അവർ വിട്ടില്ല. അപ്പൊ ജോണിന്റെ ഫോൺ എനിക്കുണ്ടായി. ഞാന് പത്മാവൂർ താനയിലാണ്, ഞാൻ ഇപ്പോ പുൽഗാവ് താനയിലാണ്, ഇവിടെ ആരുമില്ല, ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പകുതി ആൾക്കാരുമായിട്ട് ആ താനയിലേക്ക് പോയി, ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഇവരുടെ ആൾക്കാരും വരുവാനിടയായി. അങ്ങനെ 2 കൂട്ടരും തമ്മിൽ വലിയ ഒരു ബഹളം അല്ലെങ്കിൽ ഒരു അടി ഉണ്ടാവുന്ന ഒരു ചാൻസ് വരെയും വന്നു. എന്നാൽ പോലീസ് അതിനെ തടഞ്ഞു. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ അകത്തുള്ള അവരുടെ പരിസരത്തുള്ള ആൾക്കാരെല്ലാം പുറത്തേക്ക് അടിച്ചിട്ട് ഗേറ്റ് അടച്ചു. അപ്പൊ തന്നെ ക്രിസ്തീയ വിരോധികളായിട്ടുള്ള, നിങ്ങൾക്കറിയാം, ജ്യോതി ശർമ്മ, രത്തന യാദവ്, രവി നീകം, പിന്നെ അതോടൊപ്പം തന്നെ പ്രദീപ് സിൻഹ. ഇദ്ദേഹം എന്നെ കഴിഞ്ഞ 2024 ഫെബ്രുവരി 13 എന്നെയും അടിച്ചായിരുന്നു. അതൊരു വലിയൊരു കോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവരെല്ലാം ഒരുമിച്ച് അകത്തു വന്നു. എന്നാൽ അവരോട് ഒക്കെ മൃദുവായിട്ടുള്ള ഒരു സമീപനമായിരുന്നു പോലീസ് ചെയ്യുന്നത്. അവരോടൊപ്പം ചിരിച്ചു കളിക്കുക. എന്നാൽ നമ്മുടെ ആൾക്കാരെ ലാത്തിചാർജ് ചെയ്യും, പുറത്തിയടിക്കും, അതായത് നിങ്ങളെ കേസെടുക്കും. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ ഈ പറയുന്ന വിരോധികളെല്ലാം പുറത്തോട്ട് പോയി. അവര് വാഹനത്തിനകത്തിരുന്നിട്ട് പുറത്തോട്ട് അവരെ സുരക്ഷിതമായി ചെയ്യും. എന്നാൽ ആ സമയത്ത് ആംഗ്യ ഭാഷയില് ജ്യോതി ശർമ്മ എന്തോ നമ്മുടെ ആൾക്കാരെ കളിയാക്കി. അപ്പൊ തന്നെ ഒരു സഹോദരി വന്നിട്ട് അവരുടെ ഗ്ലാസ്സിനടിച്ചു. എന്നാൽ അവര് പെട്ടെന്ന് വണ്ടി എടുത്ത് പോകാനിടയായി തീർന്നു. അതിനുശേഷം വലിയ ഒരു പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കാമായിരുന്നു. എന്നാൽ ഉടനെ തന്നെ നമ്മുടെ ഭീം ആർമിയുടെ ചെറുപ്പക്കാരും അവരുടെ നേതാക്കന്മാരും അതിന് പിന്നാലെ നമ്മുടെ മൂൽ നിവാസിയുടെ അമർ സിംഗ് പട്ടേൽ, എല്ലാവരും വന്നു. അങ്ങനെ അവർ വന്നതിന് ശേഷം ശക്തമായ ഒരു വിരോധം അവിടെ നടന്നു. പോലീസ് അവരുടെ മേല് യാതൊരു ആക്ഷൻ എടുത്തില്ല. ഏതായാലും അവസാനം ജോനാഥനെ അവര് വിട്ടു. എന്നാൽ അദ്ദേഹത്തിന്റെ പേരില് BNS 170 ശാന്തി ഭംഗ് ആ ഒരു വിഷയത്തുള്ള ബന്ധത്തില് ഒരു കേസ് എടുത്തു. പിന്നെ 295 വകുപ്പ് അത് ജാമ്യം കിട്ടാത്തതാണ്. എന്നാൽ അത് ശക്തമായ എതിർപ്പിനാൽ അത് മാറി പോകുവാൻ ഇടയായി തീർന്നു. ഏതായാലും ജോണിനെ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പുറത്തു കൊണ്ടുപോന്നു. അദ്ദേഹത്തുമായിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണിനൊക്കെ നല്ല ഇടിയിട്ടിട്ടുണ്ട്. ശരീരത്തിൽ വളരെയധികം പ്രയാസമാണ്. ഇപ്പോൾ താൻ വളരെയധികം റെസ്റ്റിലാണ്. ഇന്ന് എമർജൻസി ഒരു മീറ്റിംഗ് ഉണ്ട് 3 മണിക്ക്. 18-ാം തീയതി ഒരു വലിയ ഒരു റാലിയാണ്. അപ്പോൾ ആ വിഷയങ്ങൾക്കെല്ലാം വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുക. അപ്പോൾ ഒരു വലിയ പ്രതികൂലത്തിലൂടെയാണ് ഛത്തീസ്ഗഡ് സഭകൾ മുന്നോട്ട് പോകുന്നത്. റായ്പൂർ ആയാലും ബിലാസ്പൂരിൽ ഇന്നലെ ശക്തമായ വിരോധം ഉണ്ടായിരുന്ന ഒരു ചർച്ചിൽ. അങ്ങനെ ഈ ഛത്തീസ്ഗഡിലെ ജനം വളരെയധികം പ്രയാസത്തിലും ഉപദ്രവങ്ങളുടെ മധ്യത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശക്തമായി എല്ലാ ജനങ്ങളും ശക്തമായി പ്രാർത്ഥിക്കുക.